ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റായ എവേ ഫ്രം ഡിസീസസ് അഥവാ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് ഒന്നുകൂടെ റിവൈസ് ചെയ്യണ്ടേ? നിങ്ങൾ നന്നായിട്ട് മറന്നു പോകാതെ അതൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്ന് ടീച്ചർക്കും കൂടെ അറിയാനായിട്ട് നമുക്കത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താലോ? നമ്മൾ ആദ്യം തന്നെ കുറേ ഡിസീസിനെ പറ്റി പഠിച്ചല്ലേ. ഡിസീസസ് തന്നെ 2 തരത്തിലുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും. അതായത് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. പകരുന്ന രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പകരുന്നത്? സ്പ്രെഡിങ് വൺ പേഴ്സൺ ടു അതേഴ്സ്, അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ഡെങ്കു ഫീവറും COVID-19, HIV തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെയുള്ള രോഗമാണ് മറ്റൊരു രോഗമാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങൾ. നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ക്യാൻസറും സ്റ്റൊമക്ക് പെയിനും പിന്നെന്താ ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പകരാത്ത രോഗങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഈ രോഗങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? പാത്തോജൻസ്, അതായത് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗി ഒക്കെയാണ് എന്ത് പരത്തുന്നത്? നമ്മളിലേക്ക് ഈ രോഗങ്ങൾ പരത്തുന്നത്. അവയെ നമ്മൾ പാത്തോജൻസ് എന്നാണ് പറയുന്നത്. നമ്മളിതുപോലെ തന്നെ കുറച്ച് നല്ല ബാക്ടീരിയാസിനെയും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷൻ പ്രോസസ്സൊക്കെ നന്നായിട്ട് നടക്കുന്നതെങ്കിലും യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിങ്ങിനും ദോശ ബാറ്ററീസ് ഫെർമെനറ്റഡ് ബൈ സെർട്ടൻ ബാക്ടീരിയാസ്, അവയൊക്കെ നമ്മളെന്താ ബാക്ടീരിയാസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് നടക്കുന്നത്. യൂസ്ഫുൾ ബാക്ടീരിയാസിൻ്റെ ഹെൽപ്പാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഡിസീസസ് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്രെഡിങ് ത്രൂ എയർ, വാട്ടർ, ഹൗസ് ഫ്ലൈ, ഫുഡ്, മോസ്കിറ്റോ, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് പ്രധാന കാരണക്കാരൊക്കെയാണ്? ഈ രോഗാണുക്കളെ രോഗാണുവാഹകരാണ് ഇങ്ങോട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്. രോഗാണുവാഹകർക്ക് പറയുന്ന പേരാണ് വെക്ടേഴ്സ്. ദ വെക്ടേഴ്സ് ബ്രിങ് ഡിസീസസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗത്തിന് കാരണമായ മൈക്രോ ഓർഗാനിസത്തെ എത്തിക്കുന്നത് ആരാണ്? രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സാണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പോർഷൻസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് നമുക്ക് ഈ സൂക്ഷ്മജീവികളെ കാണാൻ കഴിയും. അവയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ മാത്രമാണ് അവയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ബാക്ടീരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്തിൻ്റെ ചിത്രമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതുപോലെ ഫംഗസിൻ്റെ ചിത്രവും നമുക്ക് നൽകിയിട്ടുണ്ട്, ദ വേൾഡ് ഓഫ് ഫംഗി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് നോളജിന് ഭാഗമായിട്ട് നമ്മളിത് അറിഞ്ഞിരിക്കണം. വി ആർ ഫെമിലിയർ വിത്ത് ദ ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. നമ്മൾ ബ്രെഡിൻ്റെയും ഒക്കെ നമ്മൾ ബ്രെഡൊക്കെ പൊട്ടിച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ബോളിലായിട്ടൊരു കറുത്തത് നമ്മൾ കാണാറില്ലേ, ഒരു മോൾഡ്. ഇത് എന്തിൻ്റെ കാരണമാണ്? ഇത് എന്താണിത് ഉണ്ടാക്കുന്നത്? ഇത് ഫംഗസ് ഉണ്ടാക്കുന്നതാണല്ലേ. ദേ ആർ ഓൾ ഫംഗി. Candida, Cryptococcus and Histoplasma are some of the fungi that causes diseases to human. അതായത് മനുഷ്യരിൽ ഈ രോഗമൊക്കെ ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ എന്ന് പറയുന്നത്. ദ വേർഡ് ഓഫ് ഫംഗി ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഫ്രം എഡിബിൾ മഷ്റൂം ടു ദോസ് that cannot be seen with the naked eyes. അതായത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഇവയെ കാണാൻ കഴിയില്ല. Look at this picture. In what ways do diseases caused microorganisms enter the human body? അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസംസ് എത്തുമ്പോഴാണ് നമുക്ക് ഡിസീസസ് വരിക അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് വരുന്നതെന്ന് കാണിക്കുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലേക്ക് എങ്ങനെയൊക്കെയാണ് എത്തുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഐഡിയ ചാർട്ടാണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, നമ്മളിത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 2 തരത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ട് വെക്ടേഴ്സിലൂടെയാണല്ലേ. അപ്പോൾ ത്രൂ വെക്ടേഴ്സും പിന്നെ നോട്ട് ത്രൂ വെക്ടേഴ്സിലൂടെ അല്ലാതെ ആയിട്ടും വരുന്നവയാണ് ഇവിടെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഈ നോട്ട് ത്രൂ വെക്ടേഴ്സിൽ പ്രധാനമായിട്ടും 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ത്രൂ സോയിൽ, ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, പിന്നെയോ ത്രൂ എയർ. ത്രൂ സോയിലിലൂടെ വരുന്നത് എന്തൊക്കെയാണ്? വോം ഡിസീസസ്, ടെറ്റനസ് ആണ്. ത്രൂ വാട്ടർ ആൻഡ് ഫുഡിലൂടെ വരുന്നതോ ടൈഫോയിഡ് തന്നിട്ടുണ്ട്. പിന്നെ ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കോളറ. ത്രൂ എയറിലൂടെ വരുന്നത് ഏതൊക്കെയാണ്? ട്യൂബർക്യുലോസിസ്, പിന്നെയോ ട്യൂബർക്യുലോസിസും വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ,
നമുക്ക് ചിക്കൻ ബോക്സൊക്കെ എയറിലൂടെ വരുന്ന മറ്റൊരു രോഗമാണ്. ഇനി ത്രൂ വെക്റ്റേഴ്സിലൂടെ പ്രധാനമായിട്ടും വരുന്നത് 4ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ തന്നെ എന്താണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെങ്കു ഫീവർ എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്കൊന്ന് നോക്കി വെച്ചാൽ ഇതെങ്ങനെയാണെന്ന് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഡെങ്കു ഫീവർ വരുന്നത് മോസ്കിറ്റോയിലൂടെയാണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്താൻ പറ്റും, മോസ്കിറ്റോ എന്ന് എഴുതാൻ പറ്റും. ഡെങ്കു ഫീവറും പിന്നെ മോസ്കിറ്റോ പരത്തുന്ന മറ്റ് രോഗങ്ങൾ ഏതെല്ലാമാണ് സ്പ്രെഡ് ചെയ്യുന്നത്? മലേറിയ, ചിക്കൻ ഗുനിയ. പിന്നെ ഹ്യൂമൻസ് പരത്തുന്നതോ ലെഫ്രോസി. പിന്നെ ഏതൊക്കെയാണ്? ഡിഫ്തീരിയ മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ സമ്പർക്കം വഴി വരുന്നതാണ്. ഇനി ബേഡ്സ് പരത്തുന്ന രോഗം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേർഡ് ഫ്ലൂ. പിന്നെയോ വേറെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഹൗസ് ഫ്ലൈ എഴുതാം അല്ലേ. ഹൗസ് ഫ്ലൈ ഏതൊക്കെ രോഗങ്ങളാണ് പരത്തുന്നത്? ഡയേറിയ ആൻഡ് കോളറ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു കോൺസെപ്റ്റ് മാപ്പ് പോലെ നമുക്ക് അറിയാൻ പറ്റും അതിലേതൊക്കെ വെക്റ്റേഴ്സ് പരത്തുന്ന രോഗങ്ങൾ. വെക്റ്റേഴ്സ് അല്ലാതെ നോട്ട് ത്രൂ വെക്റ്റേഴ്സ്, പിന്നെ സോയിലിലൂടെയും എയറിലൂടെയും വാട്ടർ ആൻഡ് ഫുഡ് പരത്തുന്ന രോഗങ്ങൾ. പിന്നെ എന്തൊക്കെയാണ്? മോസ്കിറ്റോ പരത്തുന്നത്, ഹ്യൂമൻസ്, ബേർഡ്സ് ആൻഡ് ഹൗസ് ഫ്ലൈ. പിക്ചർ, ഈ ചിത്രത്തിൽ എന്താണ്? നമ്മുടെ രോഗവാഹകർ നമ്മുടെ സറൗണ്ടിങ്സിൽ മുഴുവൻ എന്താണ്? മുഴുവൻ പൊല്യൂട്ടഡ് ആയിട്ട് അവിടെയുള്ള ഈ രോഗവാഹകരൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവരൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പെരുക? റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ. വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വന്നെത്തുന്ന രോഗങ്ങളുടെ സാധ്യതകളും കൂടുകയാണല്ലേ. കാരണം ഈ രോഗവാഹകർ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവയെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ പ്രതിരോധിക്കണം. എങ്ങനെയൊക്കെയാണ് ഇവ വരുന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ഹൗസ് ഫ്ലൈ എങ്ങനെയായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക? ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്, പിന്നെയോ റൂട്ടിംഗ് ഫുഡ്, മാനോർ ആൻഡ് അതർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സ് കൊണ്ടൊക്കെ ഇവ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യാം. മോസ്കിറ്റോ ഇവിടെ നൽകിയിട്ടുണ്ട്. മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽ ആൻഡ് സ്ലാഗ്നൻറ്റ് വാട്ടർ. അപ്പോൾ മോസ്കിറ്റോസ് എന്താ ചെയ്യുന്നത്? മലിനമായ ജലം, കെട്ടിക്കിടക്കുന്ന ജലത്തിലും പ്ലാസ്റ്റിക് ബാഗുകൾ, നമ്മൾ വലിച്ചെറിയുന്ന പഴയ ബാഗുകൾ, ബോട്ടിൽസ്, പിന്നെയോ കോക്കനട്ടിൻ്റെയൊക്കെ ഷെൽസ്, അതായത് തേങ്ങാ ചിരട്ട, ഇവയിലൊക്കെ എന്ത് ചെയ്യുന്നു? മഴ പെയ്യുമ്പോൾ മഴക്കാലത്ത് ഇവയൊക്കെ വെള്ളം ശേഖരിച്ച് വെള്ളം അതിൽ തങ്ങിക്കിടക്കുന്നു, വെയിൽ വന്ന് മുട്ടയിട്ട് പെരുകയാണ് ചെയ്യുന്നത്. പിന്നെ റാറ്റ്സോ? അർബൻ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റൈസേഷൻ. പിന്നെയോ അഗ്രികൾച്ചറൽ ഏരിയാസ് വിത്ത് സ്റ്റോർഡ് ഗ്രെയിൻസ്, അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കൊയ്ത്തുകാലമൊക്കെ ആകുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ഗ്രെയിൻസൊക്കെ കഴിക്കാനായിട്ട് അവ അവിടെ വന്ന് താമസിക്കും. പിന്നെയോ അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം കൂടുകയാണ്. പിന്നെ അർബൻ ഏരിയാസിലൊക്കെ പുവറായിട്ടുള്ള സാനിറ്റൈസേഷനൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ആ സാഹചര്യത്തിൽ ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ്സ് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്? അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഒരു ശക്തിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം? നമുക്ക് ഹൈജീനായിട്ട് നമ്മൾ നടക്കണം. അപ്പോൾ നമുക്ക് ഡിസീസസ് കുറയാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം? ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. നമ്മുടെ ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും വരുന്ന രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിങ്, അതായത് കഴുകിയതിന് ശേഷം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെയോ കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്, അതായത് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? മൂടി സൂക്ഷിക്കുക. പിന്നെ ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എന്ത് ചെയ്യുക? കുടിക്കുക. അടുത്തതായിട്ട് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്. സമ്പർക്കം മൂലവും വായുവിലൂടെയും പകരുന്ന രോഗങ്ങൾ കുറയാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ, പനിയുള്ള ആളുമായിട്ട് നമ്മൾ സമ്പർക്കം പാടില്ല. പിന്നെയോ ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺ ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര, അതായത് പനിയുള്ള ആളുടെ കർച്ചീഫോ അതുപോലെ തന്നെ വസ്ത്രങ്ങളോ നമ്മൾ യൂസ് ചെയ്യരുത്. യൂസ് മാസ്ക്, നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കണം. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുകയും ചെയ്യണം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സോവേജ്, അതായത് മലിനജലത്തിലൂടെയും മണ്ണിലൂടെയും പകരുന്ന രോഗങ്ങൾ കുറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ഫുട്വെയർ, അതായത് പാദരക്ഷകൾ, ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുക. പ്രിവെൻറ്റ് ബേൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സോവേജ്, അതായത് നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മലിനജലത്തിലൊന്നും അത് കൊള്ളാതെ നമ്മൾ കെട്ടി, കൈകളൊക്കെ ഒന്ന് മുറിവൊക്കെ കെട്ടി
അതിൽ പരമാവധി ആ മുറിവുകൾ മലിനജലത്തിൽ സ്പർശിക്കാത്ത വിധത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക, ഈ മലിനജലത്തിലുള്ള അണുക്കളൊക്കെ ധാരാളം അണുക്കളുണ്ടായിരിക്കും അല്ലേ, ഇതൊക്കെ നമ്മുടെ മുറിവിലൂടെ വേഗത്തിൽ ശരീരത്തിൽ എത്തിപ്പെടുന്നു, നമുക്ക് രോഗങ്ങൾ വേഗത്തിൽ വരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാം. കൂടുതലും നമുക്ക് രോഗങ്ങൾ വരുന്നതിനെ തടയാനായിട്ട് കഴിയും എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. കോൺവെർസേഷൻ ഒന്ന് നോക്കിക്കേ. വി കനോട്ട് സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസ് ടു ലേ എഗ്സ്. ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി കനോട്ട് ലീവ് ഹിയർ. ഇവിടെ ഈച്ചയും കൊതുകും തമ്മിൽ പറയാണ് ഈ സ്ഥലം നല്ല ക്ലീനാണ്, അപ്പോൾ എന്താ അവർക്ക് മുട്ടയിടാനോ അവർക്ക് അവിടെ ജീവിക്കാനോ സാധിക്കില്ലെന്ന്. കോൺവെർസേഷനിൽ നിന്ന് എന്താ മനസ്സിലായി, നമ്മുടെ ചുറ്റുപാട് നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണെങ്കിൽ ഇത്തരം ജീവികൾക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല, അപ്പോൾ അവർ സ്വന്തമായി ഒഴിഞ്ഞു പൊക്കോളും. അപ്പോൾ നമ്മൾ ഈ മൊസ്കിറ്റോസിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. യൂസസ് മൊസ്കിറ്റോ നെറ്റ്സ്, പിന്നെയോ അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം ദി ഏരിയാസ് അറൗണ്ട് യുവർ ഹോം. അത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്താ ഒഴിവാക്കാം. റിമൂവ് ഗ്രാസ് അറൗണ്ട് ഹൗസ്, നമ്മുടെ വീടിന് ചുറ്റുമുള്ള പുല്ലുകളിലൊക്കെ ഈ കൊതുകുകളൊക്കെ വന്നിരിക്കും, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ പുല്ലുകളൊക്കെ വെട്ടി വൃത്തിയാക്കി വെടിപ്പാക്കി ഇടാം. പിന്നെ ഈ കൊതുകടി ഏൽക്കാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് ചെയ്യാൻ പറ്റും. യൂസസ് മൊസ്കിറ്റോ നെറ്റ്, നേരത്തെ പറഞ്ഞ പോലെ മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യും. ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്, രാത്രി സന്ധ്യാസമയങ്ങളിലല്ലേ കൊതുകുകൾ കൂടുതൽ വരിക, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡോറുകളൊക്കെ അടച്ചിടാം, ജനലുകൾ അടച്ചിടാം. വെയർ ലോങ് സ്ലീവ്ഡ് ഷർട്ട് ആൻഡ് ലോങ് പാൻസ്, വലിയ ഷർട്ടും പാൻറ്റൊക്കെ യൂസ് ചെയ്താൽ ഒരുപാട് കൊതുകുകടിയൊന്നും നമുക്ക് ഏൽക്കില്ല. യൂസ് ഇലക്ട്രിക് ബാറ്റ്സ് ഫോർ കില്ലിങ് മൊസ്കിറ്റോസിനെ കൊല്ലാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ബാറ്റ്സ് ഒക്കെ ഇപ്പോൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയോ നമുക്ക് ഇതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമ്മൾ പറഞ്ഞു. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമ്മുടെ മൃഗങ്ങളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ആഫ്രിക്കൻ സ്വൈൻ ഫീവറും അതുപോലെ തന്നെ, അതായത് ആഫ്രിക്കൻ പനി തുടങ്ങിയ പിന്നെന്താ വിഷബാധയുള്ള പട്ടികൾ മറ്റു പട്ടികളെ കടിക്കുമ്പോൾ അവർക്കും പകരുന്നതായിട്ട് എവിടെയാണ് വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ലംബി സ്കിൻ ഡിസീസസ് പശുക്കളിൽ നിന്ന് മറ്റു പശുക്കളിലേക്ക് പകരുന്നതിനെ പറ്റിയും, ഇന്ത്യൻ ബേർഡ് ഫ്ലൂ, അതായത് പക്ഷിപ്പനി മറ്റ് പക്ഷികളിലേക്ക് പകർന്ന് ഒരുപാട് പക്ഷികളൊക്കെ ചത്ത് വീഴുന്നതിനെ പറ്റിയൊക്കെയാണ് ന്യൂസ്. അപ്പോൾ എന്താണ്, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും എന്ത് ചെയ്യുന്നു, പകരുന്നുണ്ട്. ഹാവ് യു ഒബ്സർവ്ഡ് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പ്ലാന്റ്സിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? സീ ദിസ് പിക്ചർ, ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ. ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, അതായത് നെൽച്ചെടികളിൽ പകരുന്ന ഒരു രോഗമാണ് ഇവിടെ ബ്രൗൺ ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോസിക് ഡിസീസ് ഇൻ ദ പീ പ്ലാന്റ്, പയറ് ചെടിയിലുണ്ടാകുന്ന മറ്റൊരു ഡിസീസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട്, അതായത് കോക്കനട്ടിൽ ഇതുപോലെ തന്നെ പകരുന്ന മറ്റൊരു രോഗം. അപ്പോൾ നമുക്ക് എന്താണ് ഇത് കാണിച്ചു തരുന്നത്, പ്ലാന്റ്സിലും എന്തുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. ഈസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്? നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഹൈജീൻ പോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരാൾ നന്നായാലാണ് നാട് തന്നെ നന്നാവണമെങ്കിൽ എന്താ, ഓരോരുത്തരും നന്നാവേണ്ടതാണല്ലേ. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ഇതിൽ ഏതാണ് നല്ല ഹെൽത്ത് ഹാബിറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ടിക്ക് ദം, അവയ്ക്ക് ടിക്ക് കൊടുക്കുക. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്, ഫുഡിന് ശേഷം, മീൽസിന് ശേഷം കൈ കഴുകുന്നതാണോ നല്ലത്, അപ്പോൾ നമുക്ക് ഇൻറ്റു കൊടുക്കാം. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്, എല്ലാ രാത്രിയും മീൽസിന് ശേഷം ബ്രഷ് ചെയ്യണം, ടിക്ക് കൊടുക്കാം. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്, കാലിലെയും കൈകളിലെയും നഖങ്ങൾ ഡു നോട്ട് ട്രിം എന്നാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു കൊടുക്കാം. യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്, പുറത്ത് പോകുമ്പോൾ ചെരുപ്പിടണം, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ടിക്ക് കൊടുക്കാം. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ ഗ്നെയിൻഡ് ബൈ ബേർഡ്സ്, ബേർഡ്സ് കഴിച്ച ഫ്രൂട്ട്സിൻ്റെ ബാക്കി കഴിക്കാമെന്നാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് തെറ്റാണല്ലേ, ഇൻറ്റു കൊടുക്കാം. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ, ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡ്രിങ്ക്സും സ്നാക്സും കഴിക്കാമോ, ഇൻറ്റു കൊടുക്കാം. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, അതെന്താ തെറ്റാണല്ലേ, ഇൻറ്റു കൊടുക്കാം. ബാത്ത് ഡെയിലി, അപ്പോൾ എന്താ ബാത്തിങ് നല്ലതാണല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ടിക്ക് കൊടുക്കാം. ഇമ്മ്യൂണിറ്റി, അവർ ബോഡി നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻസ് വൺസ് ദേ എൻ്റർ ദ ബോഡി. ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ദിസ് എബിലിറ്റി വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, അതായത് നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പാത്തോജൻസിനെ സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ദ ബോഡി ഈസ് അൺഏബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സച്ച് ആസ് പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി, അതായത് നമ്മുടെ ശരീരത്തിൽ അൺഏബിളായിട്ട് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൊണ്ടുപോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയ പോളിയോയും ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയവയ്ക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡഡ് ടു ടേക്ക് വാക്സിനേഷൻ ടു അവോയ്ഡ് സച്ച് ഡിസീസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാക്സിനേഷൻ എടുക്കണം.
Through this, it will possible to gain immunity. This is called acquire immunity. അതായത് ഇത് അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അല്ലേ നമുക്ക് ഈ കമ്മ്യൂണിക്കറ്റബിൾ ഡിസീസസ് ആയ പോളിയോയും ഹെപ്പറ്റൈറ്റിസ് ബിനെയും ഒന്നും നമുക്ക് പ്രതിരോധിക്കാൻ നേരിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്സിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു ആ ഇമ്മ്യൂണിറ്റി. അതിനാണ് അക്വയർ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. It is through vaccination that we have survived many epidemics such as smallpox, plague, polio. അങ്ങനെ നമ്മൾ ഒരുപാട് എപ്പിഡമിക്സിനെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റീസാണ് പറയുന്നത്. വൺ ഈസ് നാച്ചുറൽ ആൻഡ് അതർ ഈസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത രോഗപ്രതിരോധ ശേഷി. അടുത്തതായിട്ട് വാക്സിനേഷൻ ചാർട്ടാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വാക്സിൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു അടിസ്ഥാന വിവരം നൽകുന്നതിന് വേണ്ടിയാണ് ഇത് നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് BCG, ബാസിലസ് കാൽമറ്റ് ഗ്വാവിൻ. ഇതെന്തിനാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി, ജേംസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇഞ്ചക്ഷൻ നൽകുന്നത് നമുക്ക് ശക്തി കൂട്ടുന്നതിനും ട്യൂബർക്യുലോസിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് സഹായിക്കുന്നു. അടുത്തായിട്ട് OPV, ഓറൽ പോളിയോ വാക്സിൻ. നമ്മുടെ മസിൽസിനെയൊക്കെ വീക്കാക്കുന്ന ഒരു രോഗമാണ് പോളിയോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ കുറവായിരിക്കും ഈ പോളിയോ വന്നവർക്ക്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്തായിട്ട് HEPA-B, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ടാണ് ഈ വാക്സിൻ നമ്മൾ എടുക്കുന്നത്. അടുത്തതായിട്ട് FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. ഇത് പോളിയോയ്ക്ക് എതിരായിട്ടാണ്, നമ്മൾ പോളിയോ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തായിട്ട് RVV, റോട്ട വൈറസ് വാക്സിൻ. അതായത് റോട്ട എന്ന് പറയുന്നൊരു ബഗ്ഗാണ്, നമ്മുടെ വയറ്റിലൊക്കെ ഉണ്ടാകുന്നതാണ്, വയറുവേദന വരികയൊക്കെ ചെയ്യും. അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണിത്. 9 മാസം മുതൽ 16 വയസ്സ് വരെയുള്ള ഇടയിലുള്ള കാലഘട്ടത്തിൽ കുട്ടി എടുക്കേണ്ട വാക്സിനുകളെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആദ്യമായി PCV ആണ്, അതായത് ജേംസിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നീട് MR, മീസിസ്, റുബല എന്നീ രോഗങ്ങളെ ചെറുത്ത് നിൽക്കുന്നതിന്. പിന്നീട് DPT, അതായത് ഡിഫ്തീരിയ, പെർച്യൂസിസ്, അതുപോലെ തന്നെ ടെറ്റനസ് എന്നിവയെ പ്രതിരോധിക്കാനായിട്ടാണ് നാം ഈ വാക്സിൻ സ്വീകരിക്കുന്നത്. പിന്നീട് TD, അതായത് ഈ ടെറ്റനസിൻ്റെ തന്നെ ഡിഫ്തീരിയയ്ക്കും എതിരായിട്ടുള്ളതാണ് ഈ വാക്സിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മൾ പണ്ടത്തെ ക്ലാസ് മുതൽ തന്നെ രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതാരാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ രോഗവാഹകർ നമ്മുടെ പരിസരത്ത് കൂടിക്കഴിഞ്ഞാൽ അവരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് വേഗം പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവയുടെ എണ്ണം കുറയ്ക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ ഈ രോഗാണുക്കളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലൊരു സ്വാഭാവികമായ പ്രതിരോധശേഷിയുണ്ട്. ചില സാഹചര്യങ്ങളിൽ വലിയ രോഗങ്ങളെയും പകർച്ചവ്യാധികളൊന്നും നമുക്ക് ഈ ശരീരത്തിലുള്ള ഈ സ്വാഭാവിക പ്രതിരോധ ശേഷി കൊണ്ട് നേരിടാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ വാക്സിനുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മൾ ആർജിത രോഗ പ്രതിരോധ ശേഷി നേടിയെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിലൂടെ നമ്മൾ എടുക്കുന്ന ഒരുപാട് വാക്സിനുകളുടെ പേരുകളും ഒക്കെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് നോക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 2-3 വട്ടമൊക്കെ ഒന്ന് അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലാസ്സിലെ എല്ലാ കാര്യവും എല്ലാ പോർഷൻസും എളുപ്പത്തിൽ മനസ്സിലാകുന്നൊരു ക്ലാസ്സാണ് ടീച്ചറിന്ന് എടുത്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരും കൂടെ പഠിച്ചോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.